മലപ്പുറം പെരിന്തൽമണ്ണയിൽ കണ്ടത് പുലി തന്നെ. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ. കൂട് സ്ഥാപിക്കാൻ വനം വകുപ്പ്. കൊച്ചിയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സ്കൂളുകളുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച. മിഹിർ നേരിട്ട ദുരനുഭവം സ്കൂൾ അധികൃതരെ അമ്മ ഇമെയിൽ മുഖേന അറിയിച്ചു. വിവരങ്ങൾ പുറത്തറിയിക്കാതിരിക്കാൻ സ്കൂൾ അധികൃതർ ഇടപെട്ടോ എന്ന സംശയം. സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ വിശദീകരണം. എം മുകേഷ് MLA-ക്കെതിരായ കുറ്റപത്രത്തിൽ സാങ്കേതിക പിഴവ്. അന്വേഷണ സംഘത്തിന് കോടതി കുറ്റപത്രം മടക്കി നൽകി. പാർട്ടി പരിപാടികളിൽ മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തി കൊല്ലം ജില്ലാ നേതൃത്വം. പാർട്ടി പരിപാടികൾക്ക് ക്ഷണിക്കില്ല. പോസ്റ്ററിൽ പടം വേണ്ടെന്നും ധാരണ. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച് അമേരിക്ക. കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിക്കുന്നത് US എയർഫോഴ്സ് വിമാനത്തിൽ. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ. കാനഡയ്ക്കെതിരെ പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ മരവിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 70 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിലും വോട്ടുറപ്പിച്ച നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളിൽ പ്രധാനമന്ത്രി മറുപടി പറയുമോ? രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഇന്ന്. വഖഫ് കുംഭമേള വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. തൃശൂരിലെ തോൽവിയിൽ KPCC റിപ്പോർട്ട് ചോർന്നതിൽ അന്വേഷണം ആരംഭിച്ച കോൺഗ്രസ്. റിപ്പോർട്ട് പരസ്യമായതിനു പിന്നിൽ പാർട്ടിയിലുള്ളവർ തന്നെയെന്ന് വിലയിരുത്തൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസിൽ സജീവം. സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം ആരാഞ്ഞ ഹൈക്കമാൻഡ്. VS ജോയ്, ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയവർക്ക് പുറമെ വനിതാ മുഖവും പരിഗണനയിൽ. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെതിരായ പ്രതിഷേധം തെരുവിലേക്ക്. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രകടനം. കാസർഗോഡ് ജില്ലാ സമ്മേളനം നാളെ മുതൽ. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊന്ന കേസിൽ പ്രതിക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. അമ്മാവനെയും അമ്മയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ്. നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വൻ സുരക്ഷാ വലയത്തിൽ തെളിവെടുപ്പ് നടത്താൻ പോലീസ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ പുലി ഇറങ്ങി. ജനവാസ മേഖലയിൽ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ദൃശ്യങ്ങൾ പരിശോധിച്ച മലപ്പുറം DFO പുലി ഇറങ്ങിയത് സ്ഥിരീകരിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മണ്ണാർമല ഭാഗത്ത് സ്ഥിരമായിട്ട് ആളുകൾക്കുള്ള തലവേദനയായിരുന്നു. ഇവിടെ യാത്രക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വിഷയമായിരുന്നു. ഈ മണ്ണാർമല മാട് റോഡിൽ യാത്രക്കാരെ പുലിയെ കണ്ടതായിട്ട് സ്ഥിരമായിട്ട് നാട്ടിൽ വന്ന് വിവരം അറിയിക്കാറുണ്ടായിരുന്നു. മുൻപ് തന്നെ ഇതേപോലെ ഒരു വീട്ടിലെ CCTV ക്യാമറയിൽ കുറച്ച് ദൂരത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ളൊരു പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ മുൻപൊരു ഇത് കണ്ടിരുന്നു. CV അനുമോദ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഒന്ന് നാട്ടുകാരുടെ സംശയം, ഏറെ നാളായുള്ള അവരുടെ സംശയം, ആ ഭാഗത്ത് പുലിയുണ്ടെന്ന സംശയം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മേഖല എങ്ങനെയാണ്? അങ്ങനെ ഒരു വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന തരത്തിലുള്ളൊരു പ്രദേശമാണോ ഇത്? ശ്രീജ, ഇത് കൊടികുത്തി മലയുടെ അനുബന്ധ മേഖലയിൽ പെടുന്നതാണ് മണ്ണാർമല. അതായത് അവിടെ മുൻപും വന്യമൃഗങ്ങൾ ഇറങ്ങിയതിൻ്റെ ഒരു ചരിത്രമുണ്ട്. 3 വർഷം മുൻപ് മണ്ണാർമല തന്നെ പുലിയെ പിടിക്കാൻ വേണ്ടി കൂട് സ്ഥാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 6 വർഷം മുൻപ് 6-7 വർഷം മുൻപ് ഇതിനോട് അനുബന്ധമായിട്ടുള്ള ശാന്തപുരം എന്ന മേഖലയിൽ പുലിയെ പിടിച്ചതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഇതൊരു കുന്നും മലയും നിറഞ്ഞ പ്രദേശമാണ്, കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്.
പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അവിടെ ഉള്ളതാണ്. ഇത് പക്ഷേ നിലമ്പൂരിലെ പോലെ ഒരു തിക്ക് ഫോറസ്റ്റ് അല്ല, കൂടുതൽ ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ഇവിടെ വന്യമൃഗങ്ങളെ കാണുമ്പോൾ അതിൻ്റെ ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഇതുവരെ നാട്ടുകാർക്ക് സംശയങ്ങളായിരുന്നു ഈ കാലടിപ്പാടുകളും മറ്റും കാണുമ്പോൾ. പക്ഷേ ഇന്നിപ്പോൾ ഈ CCTVയിൽ പുലിയുടെ ദൃശ്യം നേരിട്ട് പകർന്നതോടെ ഇവിടെ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തും ഇതിന് പിടികൂടാനുള്ള എന്തെല്ലാം നടപടികൾ ഉണ്ടാകുമെന്നാണ് കാലത്ത് അറിയേണ്ടത്. ഒന്നാമതായിട്ട് ഇതിൻ്റെ ഒരു സഞ്ചാരപാത അത് ഏതെല്ലാമാണ്, ഏത് മേഖലയാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. സ്ഥിരമായിട്ട് പുലി ഏതെല്ലാം മേഖലയിൽ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിക്കേണ്ടത്. അതിനനുസരിച്ച് വേണം ഇതിനെ പിടിക്കുവാൻ വേണ്ടി കൂട് സ്ഥാപിക്കുവാൻ. ഒരിക്കൽ മാത്രം പുലി വന്നു പോയ വഴിയിൽ കൂട് വെച്ചിട്ട് കാര്യമില്ല. സ്ഥിരമായിട്ട് പുലിയെ കാണുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിലും അത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ കൂട് സ്ഥാപിക്കാനുള്ള സ്ഥലം സ്ഥിരീകരിക്കാനാകൂ. എന്നാണെങ്കിൽ ഇത് സംബന്ധിച്ച് നാട്ടുകാരുടെ ഒരു ആശങ്ക അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് വനംവകുപ്പിൻ്റെ നിലപാട്. ഇന്ന് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഈ മേഖലയിലെത്തി സന്ദർശനം നടത്തുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. എന്നാണെങ്കിലും പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ കൃത്യമായി പതിഞ്ഞതോടെ നാട് ആശങ്കയിലാണ്. അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് വൈകരുത് എന്നൊരു അഭ്യർത്ഥനയാണ് നാട്ടുകാർക്ക് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാനുള്ളത്. ശ്രീജ, അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച് അമേരിക്ക. C-17 എന്ന US എയർഫോഴ്സ് വിമാനത്തിലാണ് കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിക്കുക. കാനഡയ്ക്കെതിരെ US പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ ഇതിനിടെ മരവിപ്പിച്ചിട്ടുണ്ട്. ഒരു മാസത്തേക്ക് നടപടി ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിവരങ്ങളുമായി കിരൺ ബാബു. കിരൺ, ട്രംപ് അധികാരമേറ്റ ഉടൻ ആദ്യം എടുത്ത നിലപാടാണ് അനധികൃത കുടിയേറ്റക്കാർക്ക് ഇനി അമേരിക്കയിൽ ഇടമുണ്ടാവില്ല എന്ന്. അത് ഇപ്പോൾ പ്രാവർത്തികമാക്കി തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇന്ത്യയിലേക്ക് C-17 വിമാനത്തിൽ അനധികൃത കുടിയേറ്റക്കാർ മടങ്ങിയെത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകാനിരിക്കെയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? അമേരിക്കയിൽ നിന്ന് അനധികൃതമായ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകളെ ട്രംപ് ഭരണകൂടം തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കാരെയും തിരിച്ചയക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അമേരിക്കയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ കൂട്ടത്തോടെ തിരിച്ചയക്കുന്നത്. ഈ വിമാനം അവിടെ നിന്ന് C-17 എയർഫോഴ്സ് വിമാനത്തിൽ തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഔദ്യോഗികമായി എത്ര മണിക്ക് ഇത് ഇന്ത്യയിൽ എത്തിച്ചേരും അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു തിരിച്ചയക്കൽ നടപടികളുടെ അന്തിമ ഘട്ടത്തിലാണ് അമേരിക്ക നിൽക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്ന ഒന്നാണ്. 7.25 ലക്ഷത്തോളം ആളുകൾ ഇന്ത്യക്കാർ അവിടെ അനധികൃതമായി കുടിയേറിയിട്ടുണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക്. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിലെ പട്ടികയിൽ തന്നെ 18,000-ഓളം ഇന്ത്യക്കാരാണ് ഉള്ളത്. 18,000-ഓളം ഇന്ത്യക്കാർ നിലവിൽ തിരിച്ചയക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറാക്കിയ പട്ടികയിലുണ്ട്. എന്നാൽ ഈ ആദ്യ വിമാനത്തിലെ എത്ര പേരാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം അമേരിക്ക ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. സാധാരണഗതിയിൽ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുമ്പോൾ രേഖകളില്ലാതെ ആ രാജ്യത്ത് താമസിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളെയൊക്കെ അമേരിക്കയിൽ ഇത്രയും കാലം ഈ തരത്തിലേക്ക് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പലരും വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരാണ്. ഇതിൽ മലയാളികളടക്കം ഉണ്ടാവാം. അനൗദ്യോഗികമായി ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിൽ നിന്നുള്ളവരാണ് ഇന്ന് ഇന്ത്യയിലേക്ക് മടക്കിയ ഈ 18,000 പേരിൽ പകുതിയിൽ കൂടുതൽ പേരും ഗുജറാത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. മലയാളികളുടെ എണ്ണം അതിനേക്കാൾ കുറവാണ്. എന്നാലും മലയാളികളുടെ എണ്ണവും ഉണ്ട്. പ്രധാനമായും നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതകളില്ലാതെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യതകളില്ലാതെ അവിടുത്തെ സ്ഥിരം രേഖകൾ ലഭ്യമാകാൻ തടസ്സമുള്ള ആളുകളാണ് ഇങ്ങനെ തിരിച്ചയക്കുന്നത്. ഇങ്ങനെ ഈ ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഏകദേശം 7.25 ലക്ഷത്തോളം ആളുകൾ അമേരിക്കയിലുണ്ടെങ്കിൽ അത്രത്തോളം ആളുകളെ തിരിച്ചയക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ആദ്യമായിട്ട് ഇന്ത്യ അമേരിക്ക ബന്ധമൊക്കെ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് തന്നെയാണ് ഈ തരത്തിലേക്ക് ഇന്ത്യക്കാരെയും തിരിച്ചയക്കുന്നത്. ഇന്ത്യക്കാരെ മാത്രമല്ല മറ്റ് പല മെക്സിക്കോ അടക്കമുള്ള പല രാജ്യങ്ങളിൽ നിന്നും ഈ അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകളുണ്ട്. ഇവരെല്ലാം തിരിച്ചയക്കും. അങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്നത് ട്രംപിൻ്റെ പ്രഖ്യാപിത മുദ്രാവാക്യമായിരുന്നു. അതിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിരൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കാനഡയുമായിട്ടുണ്ടാവുന്ന ഒരു സമവായം അല്ലെങ്കിൽ കാനഡയ്ക്കെതിരെ US പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ മരവിപ്പിച്ചുകൊണ്ടൊരു തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ട്രൂഡോയുമായുള്ള സംഭാഷണത്തിൽ ഒരു സമവായത്തിന്റെ സാധ്യതകൾ, അതുവരെ വലിയ രീതിയിലുള്ള വെല്ലുവിളികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വലിയ വാക്തർക്കത്തിന്റെ അന്തരീക്ഷമാവുകയാണോ? ശ്രീജ, അമേരിക്ക കാനഡ ബന്ധത്തിൽ
കാനഡയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കാനഡ ഒരു പരിധി കഴിഞ്ഞാൽ അപമാനിക്കുന്ന രീതിയിലൊക്കെയായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നത്. അമേരിക്കയുടെ പതാകയിൽ മറ്റൊരു സ്റ്റേറ്റ് കൂടിയായി മാറ്റാം കാനഡ എന്ന തരത്തിലേക്കൊക്കെ ട്രംപ് പറയുകയും കാനഡയ്ക്ക് മേൽ 25% ഇറക്കുമതി തീരുവ കാനഡയിലെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് മറ്റേതെങ്കിലും രാജ്യവുമായി ഉപരോധം ഏർപ്പെടുത്തുന്നത് പോലെയല്ല തൊട്ടടുത്ത് കിടക്കുന്ന കാനഡയുമായി അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകുന്നത്. അത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്കൊക്കെ കാരണമാകാൻ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ തരത്തിലുള്ള സാംസ്കാരിക ബന്ധം മാത്രമല്ല പലതരത്തിലുള്ള ജനങ്ങൾ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു രാജ്യവുമായി തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യവുമായി ആ തരത്തിലേക്ക് ഒരു വലിയ സംഘർഷത്തിലേക്ക് പോയാൽ അത് ആഗോളതലത്തിൽ തന്നെ അമേരിക്കയ്ക്ക് തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം ട്രംപ് നടത്തുമ്പോൾ അതിനെ എത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ആശങ്ക ലോകരാജ്യങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. കാനഡയുമായി ആ തരത്തിലേക്കുള്ള ഒരു ശത്രു രാജ്യത്തെ പോലെ കണ്ട് കാനഡയുമായി ആ തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുള്ള നിലപാട്. എന്തായാലും തൽക്കാലം ചർച്ചയുടെ ഒരു അന്തരീക്ഷം ഒരുക്കുക, അല്ലെങ്കിൽ ട്രംപിൻ്റെ അമേരിക്കയുടെ ഒരു ആധിപത്യം ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് കാനഡ കുറെ കൂടി വഴങ്ങുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു നയതന്ത്ര നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണ് ട്രംപിൻ്റെ ഇത്തരത്തിലേക്കുള്ള തീരുവ ഏർപ്പെടുത്തൽ എന്നാണ് ചില വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇനി അങ്ങനെയല്ല, കാനഡയ്ക്ക് മേൽ അമേരിക്കക്കാർക്ക് അമേരിക്കയുടെ ഒരു ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിറ്റഴിക്കുക, അല്ലെങ്കിൽ അമേരിക്ക കൂടുതൽ സാമ്പത്തികമായി ആധിപത്യം നേടുക എന്ന ലക്ഷ്യത്തിൽ നടത്തുന്ന നീക്കമാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. ഈ ഡോളറിൻ്റെയൊക്കെ വില കുതിച്ചു വരും. ഡോളർ കൂടുതൽ ആളുകളൊക്കെ ആഗോളതലത്തിൽ തന്നെ ഡോളർ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയുള്ള വലിയ ശ്രമമൊക്കെ ഈ തീരുവയുടെ ഫലമായിട്ടുണ്ടാകുന്നു. അത് സ്ഥിരമായി നിലനിൽക്കുന്നതാണെന്നും അല്ലെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിലടക്കം വിദഗ്ധരുടെ ഭാഗത്തു നിന്നടക്കം വരുന്നത്. എന്തായാലും ഇത് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൽക്കാലം ആ തീരുമാനം മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നതും. എന്നാൽ തീരുമാനം പൂർണ്ണമായി ഒഴിവാക്കിയെന്ന പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരാത്തത്. ശരി, കിരൺ ബാബുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ സ്കൂൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സ്കൂളുകളുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട്. മിഹിർ നേരിട്ട ദുരനുഭവം സ്കൂൾ അധികൃതരെ ഇമെയിൽ മുഖേന മിഹിറിന്റെ അമ്മ അറിയിച്ചിരുന്നു. എന്നാൽ 2 സ്കൂളുകളുടെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടായില്ല. വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ സ്കൂൾ അധികൃതർ ഇടപെട്ടോ എന്നും പരിശോധിക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഏറ്റവും ഒടുവിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റേതായി വന്നിട്ടുള്ള വിശദീകരണത്തിൽ പക്ഷെ പറയുന്നത് അവർ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷവും അതിനു മുൻപും നടന്ന മുഴുവൻ സംഭവങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ് അവരുടെ ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ അവർ പറയുന്നത് ഇങ്ങനൊരു പരാതി ഉണ്ടായപ്പോൾ തന്നെ അവർ തൃപ്പൂണിത്തുറ ഹിൽ സ്റ്റേഷൻ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്, അവർ വന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എത്രത്തോളം തൃപ്തികരമാണ് ഇപ്പോൾ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പറഞ്ഞിട്ടുള്ള ഈ വിശദീകരണങ്ങൾ? അവർ അംഗീകാരത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ അവരുടെ ഓരോ സിലബസിനെ പറ്റിയുള്ള അംഗീകാരം പറയുന്നുണ്ട്, അവർ എടുത്ത നടപടി പറയുന്നുണ്ട്, അതിനു മുൻപ് അവർ നടത്തിയ അന്വേഷണത്തെ പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം തൃപ്തികരമാണോ ഈ ഇപ്പോൾ നമുക്ക് പുറത്തു വന്നിട്ടുള്ള മറ്റു വിവരങ്ങൾ വെച്ച്? ശ്രീജ, ഒരു ചോദ്യം ബാക്കി നിൽക്കണം. കാരണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മുൻപോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വീഴ്ചകളിലൊന്നായി ചൂണ്ടിക്കാട്ടിയത് സ്കൂൾ അധികൃതർ. അത് 2 സ്കൂൾ അധികൃതരും ഇത്തരം പരാതികൾ ഉണ്ടായപ്പോൾ അത് പോലീസിനെ അറിയിച്ചില്ല എന്ന് തന്നെയായിരുന്നു. അതേസമയം ഈ മിഹിറിൻ്റെ മാതാവിൻ്റെ പരാതി, അതായത് മിഹിർ മരിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു പരാതിയുമായി മിഹിറിൻ്റെ കുടുംബം എത്തുന്നത്. മാതാവിൻ്റെ പരാതി പോലീസിന് കൈമാറിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവും നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ഈ സ്കൂൾ അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി തന്നെയാണ് ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇങ്ങനെ തന്നെയാണ് സ്കൂളുകൾക്ക് പറ്റിയ ഗുരുതര വീഴ്ച എന്ന് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. സ്കൂളിലെ റാഗിംഗ് ഇഷ്യൂ, അതല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾ തമ്മിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് പാരൻസ് ചൂണ്ടിക്കാട്ടിയത് പോലീസിനെ അറിയിച്ചില്ല, അത് സ്കൂൾ അധികൃതർ മനഃപൂർവ്വം മറച്ചുവെക്കാൻ ശ്രമിച്ചോ എന്നുള്ള കാര്യവും അന്വേഷിക്കുമെന്ന് തന്നെയാണ്. ഇത് തമ്മിൽ ചേർത്ത് വായിക്കാൻ അല്ലെങ്കിൽ ചേർന്ന് പോകുന്ന തരത്തിലല്ല ഈ 2 വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്കൂൾ അധികൃതരുടെ വേർഷൻ അനുസരിച്ച്, ഗ്ലോബൽ സ്കൂൾ അധികൃതരുടെ വേർഷൻ അനുസരിച്ച് ജനുവരി 14 മിഹിറും മറ്റു ചില കുട്ടികളും ചേർന്ന് മറ്റൊരു കുട്ടിയെ മർദ്ദിക്കുകയും അതുമായി ബന്ധപ്പെട്ട മിഹിറിന്റെ പാരൻസിനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. ജനുവരി 15 മിഹിറിന്റെ സ്റ്റെപ്പ് ഫാദർ, രണ്ടാനച്ഛൻ സ്കൂളിലെത്തുകയും ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് മിഹിറിനോട് പറയുകയും ചെയ്തു. അതിനുശേഷം
മിഹിർ വളരെ കൂളായിട്ടാണ് സ്കൂൾ ക്ലാസ് മുറിയിൽ പെരുമാറിയത്, ബസ്സിൽ പെരുമാറിയത്. അതിൽ ബസ്സിൽ കയറിയിട്ട് സാധാരണ പോലെ അദ്ദേഹം ബസ്സിൽ നിന്ന് ഉറങ്ങിപ്പോവുകയും തട്ടി വിളിക്കുകയുമായിരുന്നു എന്നൊക്കെ സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിൽ ക്ലാസ് മുറിയിൽ മിഹിർ വളരെ ശാന്തനായിരിക്കുന്നതാണ് കണ്ടത് എന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവർ പോലീസിനെ, അതായത് മിഹിറിന്റെ മരണത്തിന് ശേഷം മിഹിറിന്റെ അമ്മ നൽകിയ പരാതി അനുസരിച്ചിട്ട് പോലീസിനെ അറിയിച്ചിരുന്നു. പക്ഷേ ഇവരുന്നയിച്ച 3-4 വിദ്യാർത്ഥികൾക്ക് നേരെ ഉടനടി നടപടിയെടുക്കാനുള്ള സാഹചര്യങ്ങളില്ല. കാരണം അത് കുട്ടികളുടെ മാനസിക നിലയെ സ്വാധീനിക്കും, അതല്ലെങ്കിൽ അതിനെ ബാധിക്കും. അത്തരം കാര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അത് താൽക്കാലിക നടപടികൾ ഒന്ന് ഹോൾഡ് ചെയ്യണം, അതല്ലെങ്കിൽ വ്യക്തമായ തെളിവുണ്ടാകുന്ന കുട്ടികൾക്ക് നേരെ നടപടിക്ക് പോകരുതെന്ന് പോലീസിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യം മാത്രമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് കുട്ടികളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവരുടെ മാനസിക വ്യാപാരത്തെ തകർക്കുമെന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് സ്കൂൾ അധികൃതർ പ്രസ് റിലീസിൽ പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. പോക്സോ ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്താനുള്ള സാഹചര്യമുണ്ടോ എന്നും അന്വേഷിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാജഹാൻ വ്യക്തമാക്കിയത്. അങ്ങനെയാണ് ഇന്നും മൊഴിയെടുപ്പ് തുടരും. മിഹിറിൻ്റെ മറ്റു സുഹൃത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ സഹപാഠികളിൽ നിന്നുമൊക്കെ മൊഴിയെടുക്കും. അവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റ് ഉൾപ്പെടെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്കൂളിൻ്റെ PTA മീറ്റിംഗിൻ്റെ മിനിറ്റ്സും ഹാജരാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും മൊഴിയെടുപ്പ് തുടരും. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മുകേഷ് MLA-ക്കെതിരായ കുറ്റപത്രത്തിൽ സാങ്കേതിക പിഴവെന്ന റിപ്പോർട്ട്. സൂക്ഷ്മ പരിശോധനയിലാണ് സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയത്. ഇതോടെ അന്വേഷണ സംഘത്തിന് കോടതി കുറ്റപത്രം മടക്കി നൽകി. ആജ്ഞ തന്നെ അതിന്റെ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഇത് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉള്ള സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം, പാർട്ടിക്കകത്തു നിന്ന് തന്നെ വലിയ പ്രതിഷേധമൊക്കെ വന്നു തുടങ്ങി. ആ സമയത്താണ് ഈ കുറ്റപത്രത്തിൽ ഇങ്ങനെ ഒരു സാങ്കേതിക പിഴവ് കണ്ടെത്തുന്നത്. അതെന്ത് പിഴവാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പിഴവ് വന്നത്, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ടോ? ശ്രീജ, സൂക്ഷ്മ പരിശോധനയിൽ സാങ്കേതിക പിഴവ് കണ്ടെത്തിയെന്ന് മാത്രമേ കോടതി വ്യക്തമാക്കിയിട്ടുള്ളൂ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരണേയുള്ളൂ. എന്നിരുന്നാൽ പോലും മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ കഴമ്പുണ്ട്. അതെങ്കിൽ മുകേഷിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ, വാട്സാപ്പ് അതല്ലെങ്കിൽ ഇമെയിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ, തെളിവുകളൊക്കെ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഈ നടിയുടെ നേരെ ലൈംഗിക അധിക്ഷേപമോ അല്ലെങ്കിൽ നടിയുടെ പരാതി ശരിയാകുന്ന തരത്തിലുള്ള തെളിവുകളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം കോടതി ഈ കുറ്റപത്രത്തിൽ വ്യക്തത വരാനുണ്ട്, അതല്ലെങ്കിൽ കുറ്റപത്രം മടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. കാരണം സൂക്ഷ്മ പരിശോധനയിൽ സാങ്കേതിക പിഴവുകൾ മുകേഷിനെതിരെയുള്ള കുറ്റപത്രത്തിൽ കണ്ടെത്താനായിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെയാണ് കോടതി കുറ്റപത്രം മടക്കിയത്. ശ്രീജ. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അതേസമയം പാർട്ടി പരിപാടികളിൽ മുകേഷിന് ഇപ്പോൾ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തി എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പാർട്ടി പരിപാടികൾക്ക് മുകേഷിനെ ക്ഷണിക്കേണ്ടതില്ലെന്നും പോസ്റ്ററിൽ പടം വേണ്ടെന്നുമുള്ള ധാരണയിലാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. MLA എന്ന നിലയിൽ പൊതുപരിപാടികളിൽ മുകേഷിന് പങ്കെടുക്കാം. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ വിഷയത്തിൽ സാധാരണ പാർട്ടി കാണിക്കുന്നതിലധികം മമത മുകേഷിനോട് കാണിച്ചു എന്നൊരു ആക്ഷേപം പാർട്ടിക്കകത്തു നിന്ന് തന്നെ വന്നത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ പക്ഷേ കൊല്ലം ജില്ലാ കമ്മിറ്റി വളരെ കർശനമായൊരു നിലപാടിലേക്ക് പോവുകയാണോ? അതായത് മുകേഷിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയാണോ? തീർച്ചയായിട്ടും അംഗീകരിക്കുന്നതിനപ്പുറത്തേക്ക് മുകേഷിനെ മുന്നിൽ നിർത്തിയാൽ കൊല്ലം CPM-ന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പോഴും അവർക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിലൊന്ന് അവർ കണക്കുകൂട്ടുന്ന മണ്ഡലവുമാണ്. അവിടെ അത്ര എളുപ്പമാകില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയം. 2 തവണ മുകേഷ് ജയിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം നന്നായി കുറഞ്ഞു. ഇത്തവണ വളരെ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ
സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ബിന്ദു കൃഷ്ണ അവിടെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അവർ വരരുത് എന്നത് കൂടി പരിഗണിച്ചാണ് CPM സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് സ്ത്രീത്വത്തെ ഈ രീതിയിൽ അപമാനിച്ച ഇത്തരമൊരു ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരു MLA, ആ MLA വീണ്ടും CPM ടേം കഴിയുന്നവരെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തെ മുൻനിര നിർത്തി പോയാൽ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുമെന്ന് CPM തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ജില്ലാ നേതൃത്വം അത്തരമൊരു നിലപാടെടുക്കുന്നത്. മുകേഷിനെ മുന്നിൽ നിർത്താൻ കഴിയില്ല, മുകേഷിനെ CPMന്റെ പരിപാടികളിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന മുഖമല്ല എന്ന് CPM തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് പാർട്ടി പരിപാടികളിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാൻ ഉള്ള തങ്ങളുടെ താല്പര്യം സംസ്ഥാന നേതൃത്വത്തെ ജില്ലാ നേതൃത്വം അറിയിക്കുന്നത്. മാത്രമല്ല മുകേഷ് MLA എന്നൊരു പരിപാടിയിൽ പങ്കെടുത്തോട്ടെ, അത് കാര്യമാക്കുന്നില്ല, അതിന് മറ്റു വഴികളില്ലാത്തോട്ട് അതങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്. സംസ്ഥാന സമിതി മുകേഷിനെ പിന്തുണച്ചതും ഒരുപക്ഷെ മറ്റു വഴികളില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും, ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഇത്തരത്തിലൊരു ലൈംഗിക പീഡന പരാതിയിൽ പ്രതിയായ MLA രാജിവെച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന് CPM വിലയിരുത്തി. മാത്രമല്ല മുകേഷിന് കുറ്റക്കാരനും തെളിഞ്ഞാലും തിരിച്ചു വരാൻ കഴിയില്ല എന്നൊരു പ്രായോഗിക വാദം ചൂണ്ടിക്കാട്ടിയാണ് CPM അത് തടഞ്ഞത്. അതുകൊണ്ട് തന്നെ മുകേഷിന് പൂർണ്ണ പിന്തുണ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ട് എന്ന് കരുതാൻ വയ്യ. PK ശ്രീമതിയെ പോലെ CPMന്റെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ മുകേഷിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നതാണ്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതും അങ്ങനെ ഒരു MLA ഒഴിവാക്കി വീണ്ടും അവിടെ ഒരു മത്സരത്തിലേക്ക് പോകാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് മുകേഷിനെ CPM അന്ന് സംരക്ഷിച്ചു നിർത്തിയത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. കുറ്റപത്രം വന്നതിലേ ഉള്ളൂ, കോടതിയിൽ നിന്ന് തീരുമാനം വന്നാൽ അപ്പോൾ ആകാം. CPM കരുതുന്നത് ഈ നിയമസഭയുടെ കാലത്ത് കോടതി വിധി ഉണ്ടാകാൻ ഇടയില്ല. അങ്ങനെ വരുമ്പോൾ വളരെ വേഗം കുറ്റപത്രം കൊടുത്തു എന്ന വസ്തുതയാണ്. പക്ഷേ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാഹചര്യം ഒഴിയും. അതിനുശേഷം മുകേഷിനെ മാറ്റുന്നതിലും CPMന് പ്രശ്നമുണ്ടാകില്ല. പക്ഷേ ജില്ലാ നേതൃത്വം അങ്ങനെയല്ല അത് കാണുന്നത്. മുകേഷിനെ മുന്നിൽ നിർത്താൻ അവതരിപ്പിക്കാൻ പറ്റുന്ന മുഖമല്ല കൊല്ലത്ത്. അതുകൊണ്ട് പാർട്ടി പരിപാടികളിൽ നിന്നും പാർട്ടി പരിപാടികളുടെ പ്രചരണ വേദികളിൽ നിന്നും മുകേഷിനെ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന നിലപാടാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക്. സംസ്ഥാന നേതൃത്വം ഇതിന് അനുമതി നൽകാൻ തന്നെയാണ് സാധ്യത. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ TDF പ്രഖ്യാപിച്ചുള്ള പണിമുടക്ക് അർദ്ധരാത്രി തുടങ്ങി. KSRTC CMD പ്രഖ്യാപിച്ച ഡയസ് നോൺ അവഗണിച്ചാണ് പണിമുടക്ക്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇപ്പോൾ രാവിലെ 9:30, അതായത് ബസ്സുകളുടെയൊക്കെ ഒരു സർവീസ് കാര്യമായ രീതിയിൽ നടക്കുന്ന ഒരു സമയമാണ്. എത്രത്തോളം സർവീസുകളെ ഇത് ബാധിച്ചിട്ടുണ്ട്? സർക്കാരിൻ്റെ ഇത്ര കർശനമായ ഒരു വിലക്കുള്ളപ്പോൾ പോലും എത്ര കണ്ട് ജീവനക്കാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്? ഈ സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടില്ല ഈ TDF പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്ക് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതായത് മാനേജ്മെന്റ് ഇങ്ങനെയൊരു പണിമുടക്ക് മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. അങ്ങനെയാണ് ഡയസ് നോൺ അടക്കം ബാധകമാക്കിയത്. അവിടെ താൽക്കാലിക ജീവനക്കാരെ വെച്ച് പരമാവധി സർവീസുകൾ നടത്തുന്ന തരത്തിലാണ് ഇപ്പോൾ നീക്കങ്ങൾ. ഇന്നലെ വൈകിട്ട് പാപ്പനങ്ങാട് ഡിപ്പോയിൽ ചെറിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. ബസ് തടയുന്ന തരത്തിലേക്ക് പ്രതിഷേധക്കാർ ബസ് തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. നെടുമങ്ങാടും സമാനമായ തരത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രതിഷേധങ്ങൾക്കിടയിലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും TDF പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പണിമുടക്കിൽ സ്ഥിരം ജീവനക്കാരാണ്, അതായത് INTUC അനുകൂല വിഭാഗത്തിലെ സ്ഥിരം ജീവനക്കാരാണ് കൂടുതലായും പങ്കെടുക്കുന്നത്. ഇതിന്റെ ഏകദേശ കണക്ക്, അതായത് എത്ര ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ട് എന്ന കണക്കുകളൊക്കെ ഒരു 11 മണിയോടെ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. CMD തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടി സ്വീകരിക്കും. മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ, അതും ഔദ്യോഗികമായ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോടുകൂടിയ മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റാരും സർവീസിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്ന കർശനമായ നിർദ്ദേശം കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അത് അവഗണിച്ചുകൊണ്ടാണ് ഈ സമരം പുരോഗമിക്കുന്നത്. ശമ്പളം കൃത്യമായി 5-ാം തീയതിക്ക് മുമ്പ് തന്നെ നൽകുമെന്ന് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച തീരുമാനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അതിൽ കൃത്യമായി ഇടപെടൽ നടത്തണം, DA കുടിശ്ശിക അനുവദിക്കണം, അതോടൊപ്പം തന്നെ ദേശസാൽകൃത റൂട്ടുകളിലെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സമരം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ വിവാദം തുടരുന്നു. കേന്ദ്രമന്ത്രിക്കെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ. പരാമർശം വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി. മൗനം തുടർന്ന BJP സംസ്ഥാന നേതൃത്വം.
വിവാദ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞ് ജോർജ് കുര്യൻ. സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ സമീപിക്കാനാണ് പറഞ്ഞതെന്ന വിശദീകരണം. പ്രതികരണം: പ്രസ്താവന വിവാദമായതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ടവർ വിഘടന്യായം പറയുന്നതായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ റെയിൽവേ വിഹിതം 3042 കോടി എന്ന അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കും. UPA കാലത്തേക്കാൾ 8 ഇരട്ടിയെന്നും റെയിൽ മന്ത്രി. രാജ്യത്ത് 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും. റോഡുകളിൽ ടോൾ പിരിക്കാൻ സംസ്ഥാന സർക്കാർ. പണം പിരിക്കുക. കിഫ്ബി പദ്ധതി പ്രകാരം പണിയുന്ന റോഡുകൾക്ക് ധാരണ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ ഉടൻ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും. കോട്ടയത്ത് പോലീസുകാരനെ ചവിട്ടിക്കൊന്ന പ്രതിയുമായി തെളിവെടുപ്പ്. മഞ്ചേരിയിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃവീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമെന്ന് സുഹൃത്ത്. നെന്മാറ കൂട്ടക്കൊലയിൽ തെളിവെടുപ്പിന് പോലീസ് ചെന്താമരയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകി. തൃപ്പൂണിത്തുറ മിഹിർ ആത്മഹത്യയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. അന്വേഷണം തുടങ്ങി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മൊഴി നൽകി മാതാപിതാക്കൾ. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് രാഹുൽ ഗാന്ധി. എറണാകുളം വേങ്ങൂരിൽ കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ഡൽഹി നിശബ്ദ പ്രചരണത്തിൽ. 70 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് മറ്റന്നാൾ. ഭരണ തുടർച്ചയ്ക്ക് AAP. അധികാരം പിടിക്കാൻ BJP, കരുത്തുകാട്ടാൻ കോൺഗ്രസ്. കൈവിരലിന് പൊട്ടൽ. രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ സഞ്ജു സാംസൺ കളിക്കില്ല. IPL-ൽ ആദ്യ മത്സരങ്ങൾ നഷ്ടമായേക്കും. 6 ആഴ്ച വിശ്രമം. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ വിവാദം തുടരുന്നു. കേന്ദ്രമന്ത്രിക്കെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ. പരാമർശം വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി. മൗനം തുടർന്ന BJP സംസ്ഥാന നേതൃത്വം. വിവാദ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞ് ജോർജ് കുര്യൻ. സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ സമീപിക്കാനാണ് പറഞ്ഞതെന്ന വിശദീകരണം. പ്രതികരണം: പ്രസ്താവന വിവാദമായതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ടവർ വിഘടന്യായം പറയുന്നതായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ റെയിൽവേ വിഹിതം 3042 കോടി എന്ന അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കും. UPA കാലത്തേക്കാൾ 8 ഇരട്ടിയെന്നും റെയിൽ മന്ത്രി. രാജ്യത്ത് 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും. റോഡുകളിൽ ടോൾ പിരിക്കാൻ സംസ്ഥാന സർക്കാർ. പണം പിരിക്കുക. കിഫ്ബി പദ്ധതി പ്രകാരം പണിയുന്ന റോഡുകൾക്ക് ധാരണ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ ഉടൻ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും. കോട്ടയത്ത് പോലീസുകാരനെ ചവിട്ടിക്കൊന്ന പ്രതിയുമായി തെളിവെടുപ്പ്. വാർത്തകൾ തുടരുന്നു. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അമ്മാവൻ ഹരികുമാറാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ളത്. കുട്ടിയുടെ അമ്മ ശ്രീതുവും റിമാൻഡിലാണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, ഈ കേസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഈ സിനിമാ കഥകളൊക്കെ പറയുന്നത് പോലെ കൊന്നതാരെന്നറിയാം, പക്ഷേ എന്തിനു കൊന്നു എന്നത് അത്രത്തോളം ദുരൂഹമായി തുടരുകയാണ്. ആ കാര്യത്തിൽ പോലീസിന് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതോടൊപ്പമാണ് ഈ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ വന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് പരാതികൾ. ഇതിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്? ഈ മൊഴികളിലെ വൈരുദ്ധ്യമാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അതായത് കൊലപാതകം നടത്തിയത് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലേക്ക് നയിച്ച സാഹചര്യം സംബന്ധിച്ച് പലപ്പോഴും പലതരത്തിലുള്ള മൊഴികളാണ് അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ ഹരികുമാർ പറയുന്നത്. അവിടെയാണ് ഇയാളുടെ മാനസിക നിലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നൊരു തരത്തിലേക്ക് പോലീസും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ പ്രധാനമായി മുൻവൈരാഗ്യമാണ്, അതായത് തന്റെ സഹോദരോട് തോന്നിയ മുൻവൈരാഗ്യമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു. പിന്നീട് അന്ധവിശ്വാസത്തിന് അടിമകളായിരുന്നു ഈ കുടുംബം എന്ന കാര്യം പുറത്തു വരുന്നു. അതിനുമൊടുവിൽ മറ്റ് ചില കാരണങ്ങൾ കൂടി അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കുന്നു. ഇതിൽ ഏതാണ് വസ്തുത എന്ന് ഉറപ്പിക്കാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിൽ
വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കാനിരിക്കുന്നത്. അതോടൊപ്പം ഈ 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പരോക്ഷമായോ പ്രത്യക്ഷമായോ ബന്ധമുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നതും സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ്. അതിനപ്പുറത്തേക്ക് ഈ ദേവേന്ദുവിന്റെ മരണവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ശ്രീധുവിനുണ്ടോ എന്ന കാര്യം അതിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അത് സംബന്ധിച്ച വിശദമായ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ കൂടി സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ട് ഈ കേസിലെ ഇപ്പോൾ നിലനിൽക്കുന്ന അവ്യക്തതകൾ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികളായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് മുക്കുന്നൂരിൽ യുവതിയെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വിക്രമൻ പ്രഭ ദമ്പതികളുടെ മകൾ പ്രവീണെ വീടിനു പുറകിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, ഈ കുട്ടി എന്ത് ചെയ്യുകയായിരുന്നു? ഇങ്ങനെ ഒരു അടുത്തുള്ള യുവാക്കൾക്കെതിരെ ഈ കുടുംബം പരാതി ഉന്നയിക്കുന്നുണ്ടല്ലോ, എന്താണ് അവരുടെ പരാതി? ഇന്നലെ രാവിലെയോടുകൂടിയാണോ ഈ കുട്ടിയെ വീട്ടിന്റെ അതായത് ഈ കുട്ടിയുടെ വീട്ടിലെ പുറകിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹിതയാണ്, ഭർത്താവ് ഗൾഫിലാണ്, ബിജു ഗൾഫിലാണ്. എന്നാൽ ഏറെ നാളായി ഭർത്താവിന്റെ ബന്ധുക്കൾ ഈ കുട്ടിയെ ശല്യം ചെയ്യുന്നുവെന്നും കുട്ടികളുടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് ചില പരാതികളും ഈ പറയുന്ന വെഞ്ഞാറമൂട് പോലീസിൽ ഉൾപ്പെടെ പരാതികൾ നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കുട്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം ഈ കുട്ടിയെ സഞ്ചരിച്ചിരുന്ന സമയത്ത് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒരു 2 ചെറുപ്പക്കാർ ശല്യം ചെയ്യാൻ വന്നതായും നമുക്ക് വിവരമുണ്ട്. അന്ന് വണ്ടിയിൽ നിന്ന് വീണ കുട്ടി വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതായും അറിയുന്നു. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് എത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഉള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരുപക്ഷെ ഇന്ന് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. നമുക്ക് അതേസമയം കുട്ടിയുടെ അച്ഛൻ വിക്രമൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പറയുന്ന പരാതിയുമായി ഇതിൽ ആരോപണമുണ്ട്, ദുരൂഹതയുണ്ട് എന്ന് പറയുന്ന രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് എന്തായാലും ഈ ദുരൂഹത കണക്കിലെടുത്ത് കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശ്രീജ. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് പ്രവീണ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത്. വീട്ടുകാർ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം നടക്കുക. ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒത്തുതീർപ്പായി, കേസായി, ഒത്തുതീർപ്പ് അങ്ങനെ പോയി. ശ്രീധനം വേണമെന്നും പറഞ്ഞിട്ട് കേസുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വസ്തു എഴുതി വെച്ച്, എൻ്റെ മോളെ പേരിന് എഴുതി വെച്ച്. അതിനുശേഷം അത് ഒത്തുതീർപ്പായി. അവളുടെ വീട് വെച്ച് അവിടെ താമസം. എൻ്റെ മോളെ ഉരുപ്പടിയെല്ലാം എടുത്താണ് വീടും കൂടെ വെച്ചത്. 35,000 ഉരുപ്പടി വിറ്റ് വീട് പുറത്ത് വെച്ച് അവിടെ താമസമായി. താമസമായിരിക്കുക എൻ്റെ ഭർത്താവ് കുഴപ്പമില്ല, നല്ല ഇതാണ്. അതിന് ശേഷമാണ് ഈ പയ്യൻ ഇങ്ങനെ വണ്ടി പോയതിന് ശേഷം അവൻ അഖിലയിലുള്ള ചെറിയുള്ള ഒരു ഇത് മൊബൈലിൽ കൂടെ അയച്ചിട്ട്. ഈ പയ്യൻ ആരാണ്? പയ്യൻ അച്ഛൻ എന്തെന്ന് പറയുന്ന പയ്യനാണ്. എനിക്ക് എത്ര പോരാ. ബന്ധുവാണോ? ബന്ധുവില്ല, അത് അടുത്ത് 3 വീട്ടിൻ്റെ അടുത്തുള്ള മകളുടെ വീടിൻ്റെ അടുത്ത് 3 വീട്ടിൻ്റെ ഇപ്പുറമുണ്ട്. അത് പറഞ്ഞതിന് ശേഷം അവർ ബ്ലോക്ക് ചെയ്തു. അത് ആ മൊബൈൽ നമ്മൾ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം അവന് വൈരാഗ്യം ഉണ്ടായിരുന്നു. ആ വൈരാഗ്യത്തിൻ്റെ പുറത്ത് വെച്ച് അവളെ നാത്തൂൻ്റെ മക്കളുടെയും നാത്തൂൻ്റെയും പറഞ്ഞ് ഞാൻ അവൻ കോവിലത്തിലാണ് ജോലി ചെയ്യുന്നത്. ഗോകുലത്തിൽ അവൻ വെച്ച് കണ്ട്, അവിടെ പാറപ്പുറത്ത് വെച്ച് കണ്ട്, വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ട്, കാറിൽ കണ്ട്, കുരുങ്ങിരുന്ന് അവനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഈ പിള്ളേരെ കൊണ്ട് ധരിപ്പിച്ചിട്ട് ഈ പിള്ളേരും നാത്തൂരും കംപ്ലീറ്റ് വീടാൻ തോറി ഇറങ്ങി അങ്ങനെ പറിച്ചു തുടങ്ങി. അപ്പോൾ അവളെ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞാൽ അങ്ങനെ പറയരുത്, കുഞ്ഞിൻ്റെ ഭാവി ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അവർ മുഖാന്തരമാണ് ആ വീട് ഏരിയ മൊത്തവും പറഞ്ഞു മാറ്റിയത്. അപ്പോൾ അവൾക്കൊരു സംബന്ധം വന്നു. അതെൻ്റെ മരുമോ ആദ്യത്തെ ഭർത്താവ് പോയി, അവൾ പിരിച്ചു വിട്ടു. അപ്പോൾ രണ്ടാമതൊരു സംബന്ധം വന്നപ്പോൾ അത് എൻ്റെ മരുമോന് താല്പര്യമില്ല, അതിൽ അവൻ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞോളൂ. അതിനുശേഷം അവൾക്കും വൈരാഗ്യം വന്നു. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പരാതികളുണ്ട് കുടുംബത്തിന്. ആ കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്.
നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. സുരക്ഷാ വലയത്തിൽ ചെന്താമരയെ തെളിവെടുപ്പിന് എത്തിക്കുമെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ കിട്ടുന്നത്. ഷംന വിവരങ്ങളുമായി. ഷംന, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെളിവെടുപ്പാണ്. കാരണം ഇയാൾ പറയുന്ന പല കാര്യങ്ങളും പോലീസ് വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും അതൊരു ചെറിയ ക്രമസമാധാന പ്രശ്നമാവില്ല എന്ന് ഉറപ്പാണ്. നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ കണ്ടതാണല്ലോ. എങ്ങനെയാണ് പോലീസ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ശ്രീജ, നമ്മളിപ്പോൾ ഉള്ളത് ഈ കൊലപാതകം നടന്ന പോത്തുണ്ടി ബോയൻ കോളനിയിലാണ്. അതായത് ഈ പ്രതിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് നമ്മളുള്ളത്. ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. നിരവധി പോലീസുകാർ ഇപ്പോൾ തന്നെ ഇവിടെ സുരക്ഷയ്ക്കായി എത്തിയിട്ടുണ്ട്. 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉണ്ടാവുക. ഒപ്പം തന്നെ മറ്റ് തണ്ടർ ബോൾട്ട് അതുപോലെയുള്ള ഡ്രോൺ സുരക്ഷ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 11 മണിയോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം മറ്റ് വൈദ്യപരിശോധന അടക്കം പൂർത്തീകരിച്ച് ഉച്ചയോടുകൂടി തന്നെ ഇങ്ങോട്ട് ബോയൻ കോളനിയിലോട്ട് കൊണ്ടുവരും. ഉടൻ തന്നെ പിന്നീട് തെളിവെടുപ്പ് ഉണ്ടാകും. എന്തായാലും വലിയ രീതിയിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു രോഷപ്രകടനം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മുൻപ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത സമയത്തടക്കം അത് ഉണ്ടായിരുന്നതാണ്. നേരത്തെ ഈ ജയിലിലടക്കം നാട്ടുകാർ ഉപരോധിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വലിയ ഒരു സുരക്ഷ ഒരുക്കുന്നത്. ഒപ്പം തന്നെ ഈ കൂടുതൽ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഈ കൊലപാതകം നേരിട്ട് കണ്ടവരില്ല. ഒപ്പം തന്നെ ഈ പ്രതി പലപ്പോഴായി അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലായി മൊഴി നൽകിയത് അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെ ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടന്ന് കൂടുതൽ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തെളിവെടുപ്പുണ്ടാകും. ഇന്ന് ഈ കൊലപാതകം നടന്ന ഈ സ്ഥലത്ത്, അതായത് സുധാകരന്റെ വീടിന് മുമ്പിൽ, ഒപ്പം തന്നെ ഈ പ്രതി കൊലപാതകം നടത്തിയ വെട്ടുകത്തി സൂക്ഷിച്ചിരുന്നത് പ്രതിയുടെ വീട്ടിൽ തന്നെയാണ്. അവിടെയൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുക. പിന്നീടായിരിക്കും ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക. എന്തായാലും 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് പോത്തുണ്ടിയിൽ മാത്രം ഇന്ന് സുരക്ഷയ്ക്കായി ഉണ്ടാവുക. വലിയ രീതിയിൽ ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്, കാരണം പ്രതിയോട് ഉള്ള ഒരു രോഷം അതിപ്പോഴും നാട്ടുകാർക്ക് കെട്ടടങ്ങിയിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൂടി മുന്നിൽ കണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ഒരു സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ തന്നെ, അതായത് കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ തന്നെ ഈ പോത്തുണ്ടി ബോയൻ കോളനിയിൽ വലിയ രീതിയിൽ പോലീസ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്, സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. 11 മണിയോടുകൂടിയാണ് ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് വൈദ്യപരിശോധനയും കഴിഞ്ഞ് 12 മണിയോടുകൂടി തന്നെ ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തന്നെ ബോയൻ കോളനി പൂർണ്ണമായി പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. ആദ്യത്തെ ദിവസം ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഗേറ്റ് പൊളിച്ചടക്കം അകത്ത് കയറാൻ നാട്ടുകാർ ശ്രമിച്ചിരുന്നു. അത്രയേറെ അവരെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരാളാണ്. അവരുടെ മുന്നിലിട്ടാണ് അത്ര ഏറെ ദാരുണമായ 3 കൊലപാതകങ്ങൾ ഇയാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പോലീസ് മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെതിരായ പ്രതിഷേധം തെരുവിലേക്ക്. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടന്നു. മണിയൂർ തുറശ്ശേരി മുക്കിലാണ് പ്രകടനമുണ്ടായത്. പ്രകടനത്തിൽ CPM അനുഭാവികളായ 40ഓളം പേർ പങ്കെടുത്തു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, ഈ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ പല സ്ഥലങ്ങളിലായി ചെറിയ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ഒരു പ്രതിഷേധ പ്രകടനമായി തെരുവിലേക്ക് ഇറങ്ങുന്നത് CPMൽ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള കാഴ്ചയാണെന്ന് തോന്നുന്നു. വിഭാഗീയതകളൊന്നുമില്ലാതെ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു 10-40 പേർ തെരുവിൽ ഇറങ്ങുന്നതിനെ എത്രത്തോളം ഗൗരവത്തോടെയാണ് CPM കാണുന്നത്? CPM വലിയ ഗൗരവത്തോട് തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് വടകരയിൽ CPMന്റെ ജില്ലാ സമ്മേളനം സമാപിക്കുകയും അതിൽ 11 പേരെ നിലവിലുള്ള കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുകയും പുതുതായി 13 പേരെ ഉൾപ്പെടുത്തുകയും ചെയ്തത്. ഇതിലാണ് PK ദിവാകരനും കൂടെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ തീരുമാനത്തിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി അണികൾ പോസ്റ്റുകളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് 40ഓളം പേർ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനം മണിയൂർ സ്കൂൾ പരിസരത്ത് നടന്നിരുന്നത്. ഇതിൽ CPMലും DYFലുമൊക്കെ
സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നത് എന്നതാണ് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. 40 പേരിലധികം ഈ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഡിവൈഎഫ്ഐ മുൻ വില്ലേജ് വൈസ് പ്രസിഡന്റ് സുർജിത് PV, SV ബാബു, കുനിൽ ബാബു തുടങ്ങിയവരടക്കമുള്ള അവിടുത്തെ പ്രമുഖരായ ആളുകൾക്ക് പരിചിതരായ ആളുകൾ ഈ CPMന്റെ പ്രവർത്തകർ ഈ പ്രകടനത്തിൽ ഉണ്ടാവുകയും ചെയ്തു. പാർട്ടിയിൽ തോന്നിയ പോലെ തീരുമാനങ്ങൾ എടുക്കരുത് എന്ന്, അങ്ങനെ എടുക്കാമെന്ന് ആരും കരുതണ്ട എന്ന മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ഇവർ ഈ പ്രകടനത്തിൽ അണിനിരക്കുകയും ചെയ്തത്. എന്തായാലും വലിയ വിമർശനം ഇതിനകം തന്നെ ഈ ദിവാകരനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടിരുന്നു. നേരത്തെ ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി സ്ഥാനത്ത് നിന്നും അവിടുത്തെ സ്ഥാനം ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലും ഉൾപ്പെടുത്താതെ വന്ന സാഹചര്യം. എന്നാൽ ഈ വടകര നഗരസഭ ചെയർപേഴ്സൺ ബിന്ദു അടക്കമുള്ളവരെ ഈ തവണ ഏരിയ കമ്മിറ്റിയിലേക്ക് ആദ്യമായി എത്തിക്കുകയും തുടർന്ന് ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്തു. എന്തായാലും ഈ നടപടിക്കൊപ്പമാണ് ദിവാകരനെ മാറ്റിയതിനെ ചേർത്ത് വായിക്കുന്നത്. ഈ രണ്ടിനെയും ചേർത്താണ് വിമർശനം കൂടുതലായി ഉയരുകയും ചെയ്യുന്നത്. ഇനി ദിവാകരൻ ഏത് ഘടകത്തിൽ പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ ജില്ലാ കമ്മിറ്റി വേണം തീരുമാനമെടുക്കുകയും ചെയ്യാൻ. നേരത്തെ മണിയൂരിലെ UDF കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം CPM പിടിച്ച് എടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ പാർട്ടിക്ക് നല്ല വേരുകളുണ്ടായി. ഈ TPയുടെ വധമടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആ സ്ഥലത്തെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഇദ്ദേഹം വലിയ പങ്ക് വഹിച്ചു എന്നാണ് പ്രവർത്തകർ പറയുകയും ചെയ്യുന്നത്. എന്നാൽ പിന്നീട് KK ലതിക ഈ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ തോൽവി ഉണ്ടാവുകയും ഗണ്യമായ വോട്ടുകൾ ഈ പഞ്ചായത്തിൽ നിന്ന് ചോരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതുമുതൽ ഏതാണ്ട് ജില്ലാ നേതൃത്വത്തോട് ഒരു വിഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഏറ്റവും ഒടുവിൽ വടകര ഏരിയ സമ്മേളനം നടന്നപ്പോൾ 4 പേര് ഔദ്യോഗിക പക്ഷത്തിനെതിരായി മത്സരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ദിവാകരൻ പറയുന്നത് തന്റെ അറിവോടുകൂടിയല്ല, തന്റെ ഒരു പിന്തുണയും ഇത്തരത്തിൽ പ്രക്ഷോഭം നടത്തുന്നവർക്കില്ല, പാർട്ടിയുടെ തീരുമാനത്തെ ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഈ വിമത നീക്കത്തിലുള്ള ഏത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുമെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. പ്രായപരിധി നിബന്ധന കർശനമായി നടപ്പാക്കിയാൽ, ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടക്കുകയാണ്, ഈ ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ ഉടൻ സംസ്ഥാന സമ്മേളനം വരും CPMനെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ ഈ പ്രായപരിധി നിബന്ധന കർശനമായി നടപ്പാക്കിയാൽ നേതൃനിരയിൽ ഒരു പിടി പ്രമുഖർ ഒഴിയേണ്ടി വരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ PK ശ്രീമതിയും AK ബാലനും ആനാവൂർ നാഗപ്പനും 75 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു. 81 വയസ്സായ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രത്യേക ഇളവ് ലഭിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ജില്ലാ സമ്മേളനങ്ങൾ അവസാന പാദത്തിലേക്ക് കടക്കുമ്പോൾ CPMൽ പുതിയ നേതൃനിരയെ പറ്റിയുള്ള ചർച്ചകളും സജീവമാണ്. പതിറ്റാണ്ടുകളായി CPMന്റെ മുഖങ്ങളായ ഒരു പിടി നേതാക്കൾക്ക് ഇത്തവണ പടിയിറങ്ങേണ്ടി വരുമെന്നാണ് സൂചന. കണ്ണൂരിൽ നടന്ന 23ാം പാർട്ടി കോൺഗ്രസിലാണ് പാർട്ടിയുടെ നേതൃസമിതികളിൽ പ്രവർത്തിക്കുന്നതിന് CPM പ്രായപരിധി കർശനമാക്കിയത്. പോളിറ്റ് ബ്യൂറോ മുതൽ ലോക്കൽ കമ്മിറ്റി വരെയുള്ള പാർട്ടി ഘടകങ്ങളിൽ അംഗമാകുന്നതിന് 75 CPM നിശ്ചയിച്ചിരിക്കുന്ന പ്രായപരിധി. ലോക്കൽ തലം മുതൽ ജില്ല വരെ പ്രായപരിധി മാനദണ്ഡം വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും പ്രായപരിധി നടപ്പിലാക്കുമെന്ന് ഉറപ്പ്. 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 3 പേർ 75 വയസ്സ് പിന്നിട്ടവരാണ്. PK ശ്രീമതി, AK ബാലൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരാണവർ. ഇവർ 3 പേരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാകും. എന്നാൽ 3 പേരെയും സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തും. EP ജയരാജന് അടുത്ത മെയിൽ മാത്രമേ 75 വയസ്സ് പൂർത്തിയാകൂ. അതിനാൽ EPയെ നിലനിർത്തിയേക്കും. സംസ്ഥാന സമിതി അംഗങ്ങളിൽ 4 പേർ 75 വയസ്സ് പിന്നിട്ടവരാണ്. NR ബാലൻ, P രാജേന്ദ്രൻ, MK കണ്ണൻ, ഗോപി കോട്ടമുറിക്കൽ എന്നിവർ. ഇവർ സംസ്ഥാന സമിതിയിൽ നിന്ന് വഴിമാറും. കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കൂടാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമായ ഏകയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 81 വയസ്സ് പിന്നിട്ട പിണറായിക്ക് നേതൃസമിതികളിൽ തുടരുന്നതിന് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയിരുന്നു. ഇത്തവണയും ആ ഇളവ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത. രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നത് തന്നെയാണ് പരിഗണനയ്ക്ക് അടിസ്ഥാനം. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പിണറായിയുടേത് തന്നെയാകും. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പിണറായി തുടരണമെന്ന അഭിപ്രായമാണ് ദേശീയ നേതൃത്വത്തിലെയും സംസ്ഥാന നേതൃത്വത്തിലെയും ഭൂരിപക്ഷത്തിനും. ന്യൂസ് 18 തിരുവനന്തപുരം. KPCCയുടെ റിപ്പോർട്ട് ചോർന്നെന്ന വിവാദത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ച് കോൺഗ്രസ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത് എങ്ങനെ എന്നാണ് അന്വേഷിക്കുന്നത്. വിവരങ്ങൾ ചോർന്നതിന്റെ ഉറവിടം കണ്ടെത്താനാണ് ശ്രമം. റിപ്പോർട്ട് പരസ്യമായതിനു പിന്നിൽ പാർട്ടിയിലുള്ളവർ തന്നെയാണെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് നേതാവ് അനിൽ അക്കര റിപ്പോർട്ടിന്റെ പകർപ്പ് എന്ന തരത്തിൽ പ്രചരിച്ച പേജുകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. പിന്നാലെ
അദ്ദേഹം ഇത് പിൻവലിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കുകയാണ് കോൺഗ്രസ്. ഹൈക്കമാൻഡ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ ആരാഞ്ഞിട്ടുണ്ട്. VS ജോയ്, ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയ പേരുകൾക്ക് പുറമെ ഒരു വനിതാ മുഖവും പരിഗണനയിലുണ്ട്. VS ജോയ് DCC അധ്യക്ഷ സ്ഥാനത്ത് തുടരേണ്ടത് അനിവാര്യമെന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. അതേസമയം ജില്ലയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ജോയിയെ അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. സാധ്യതാ പട്ടികയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീലയും ഇടം പിടിച്ചു. തെരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. ഒരിടവേള കൂടി. മുകേഷുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത്. ഒന്ന്, പാർട്ടി പരിപാടികളിൽ മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൊല്ലം ജില്ലാ നേതൃത്വം എന്നതാണ്. പാർട്ടി പരിപാടികൾക്ക് മുകേഷിനെ ക്ഷണിക്കേണ്ടതില്ലെന്നും പോസ്റ്ററിൽ പടം വേണ്ടെന്നുമാണ് ധാരണ. MLA എന്ന നിലയിൽ പൊതുപരിപാടികളിൽ മുകേഷിന് പങ്കെടുക്കാം. കുറ്റപത്രത്തിൽ ഗുരുതരമായ കണ്ടെത്തൽ വന്നതോടെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ വാർത്ത വരുമ്പോൾ തന്നെ അതേസമയം തന്നെ കുറ്റപത്രത്തിൽ സാങ്കേതിക പിഴവുകൾ കൊണ്ട് കോടതി ആ കുറ്റപത്രം മടക്കിയെന്ന വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. പക്ഷേ ഇങ്ങനെ അതൊരു സാങ്കേതികമായ കാര്യമാണ്. ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണമുള്ള സാഹചര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിലക്ക് പാർട്ടി പരിപാടിയിലേക്ക് ക്ഷണിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് എന്താണ് ഈ വിഷയത്തിലുള്ള നിലപാടെന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഈ കൊല്ലം കമ്മിറ്റി എന്താണ് തീരുമാനിച്ചിട്ടുള്ളത്? മുകേഷ് MLA പാർട്ടി പരിപാടികളിൽ മുഖം കാണിക്കേണ്ട, അല്ലെങ്കിൽ പാർട്ടി പരിപാടികളിൽ പുറത്തു കാണിക്കാൻ പറ്റിയ നേതാവല്ല മുകേഷ് എന്നൊരു നിഗമനമാണ് CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിക്കുള്ളത്. അതിന് കാരണം CPM ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന ഒരു നിലപാടിന് ഘടകവിരുദ്ധമാണ് മുകേഷിനെതിരെയുള്ള ആരോപണം. ഒരു MLA ആയതുകൊണ്ട് തന്നെ സ്ഥാനം രാജിവെക്കേണ്ടെന്ന് നേരത്തെ CPM തീരുമാനിച്ചത്. കാരണം ഒരു MLAക്ക് ഒരു വിഷയത്തിൽ ആരോപണം ഉയർന്നാൽ അത് കുറ്റാരോപിതനായാൽ പിന്നീട് രാജിവെച്ചാൽ തെളിയിച്ച ശേഷം വീണ്ടും കുറ്റം ചെയ്തിട്ട് തെളിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരാൻ അവസരമില്ല. മന്ത്രിമാരൊക്കെ ആണെങ്കിൽ, എക്സിക്യൂട്ടീവ് അധികാരമുള്ളവർക്കാണെങ്കിൽ വീണ്ടും തിരിച്ചു വരാൻ അവസരമുണ്ടാകും. അതുകൊണ്ടാണ് MLA രാജിവെക്കേണ്ട നിലപാട് CPM എടുത്തത്. പക്ഷെ അപ്പോഴും മുകേഷിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് CPM വിലയിരുത്തിയിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ വരാൻ CPM ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് മുകേഷ് രാജിവെക്കേണ്ട നിലപാടിലേക്ക് CPMന്റെ സംസ്ഥാന നേതൃത്വം എത്തിയത്. പക്ഷേ കൊല്ലത്ത് ജില്ലാ നേതൃത്വം അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത്. മുകേഷിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ട്, അല്ലെങ്കിൽ മുകേഷ് MLA CPMന്റെ മുഖമായി ആ മണ്ഡലത്തിൽ നിന്ന് മാറിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും അത് കൊല്ലത്ത് CPMന്റെ സാധ്യതകളെ ബാധിക്കും. സംസ്ഥാന വ്യാപകമായി അത്ര ഒരു വിഷയമുണ്ടെങ്കിൽ പോലും കൊല്ലമാകും അത് ഏറ്റവും അധികം CPMനെ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അവിടെ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചത് ഒരു മഹിളാ കോൺഗ്രസിന്റെ പ്രധാന നേതാവായ ബിന്ദു കൃഷ്ണയാണ്. അവർ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുകേഷിനെ മുന്നിൽ നിർത്തിയാൽ, അല്ലെങ്കിൽ മുകേഷ് MLA ആയി തുടരുന്ന ഒപ്പം തന്നെ പാർട്ടി വേദികളിലും നിറഞ്ഞു നിന്നാൽ അത് CPMന്റെ കൊല്ലം മണ്ഡലത്തിലെ സാധ്യതകളെ ബാധിക്കും. അതുകൊണ്ടാണ് മുകേഷ് MLA നിലയിൽ പരിപാടിയിൽ പങ്കെടുത്തോട്ടെ, പക്ഷേ പാർട്ടി വേദികൾ കൊടുക്കേണ്ട, മുകേഷിന് പാർട്ടി വേദികൾ നൽകേണ്ട, പാർട്ടിയുടെ പ്രചരണ പരിപാടികളിലും പ്രക്ഷോഭ പരിപാടികളിലും ഒക്കെ മുകേഷിന്റെ ചിത്രം ഉൾപ്പെടുത്തേണ്ട ഒരു തീരുമാനത്തിലേക്ക്, നിർദ്ദേശത്തിലേക്ക് CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി എത്തുന്നത്. അദ്ദേഹം MLA ആയതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതിയുടെ കൂടി അംഗീകാരം വേണം. സംസ്ഥാന നേതൃത്വം ഇതിനോട് എതിർത്ത് പ്രതികരിക്കാൻ സാധ്യതയില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോഴാകും ഇത് ചർച്ച ചെയ്യാൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആകും തീരുമാനമെടുക്കുക. കൊല്ലത്ത് നേതൃത്വത്തിൽ ഇത്തരം ഒരു അഭിപ്രായമുണ്ട്. പുറത്തു കാണിക്കാൻ കൊള്ളാവുന്നയാളല്ല CPMന്റെ കൊല്ലം MLA എന്ന് പറയാതെ പറയുകയാണ് കൊല്ലം ജില്ലാ നേതൃത്വം. ശരി, എന്തായാലും പാർട്ടി പരിപാടിയിൽ തൽക്കാലത്തേക്ക് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു വിലക്കാണുള്ളത്. ഡൽഹിയിൽ പ്രചാരണത്തിന് തിരശ്ശീല വീണു. ഇന്ന് നിശബ്ദ പ്രചാരണം. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക് 70 മണ്ഡലങ്ങളിലായി 1,56,00,000 വോട്ടർമാരാണ് വിധിയെഴുതുക. വാശിയേറിയ പോരാട്ടം നടക്കുന്ന രാജ്യ തലസ്ഥാനത്ത് സർവ്വസന്നാഹങ്ങളും ഒരുക്കിയാണ് ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും കളന്നിറഞ്ഞത്. 55 മുതൽ 60 വരെ സീറ്റുകൾ നേടി ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തുമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇത്
ആത്മവിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമല്ല, നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. ഒട്ടേറെ വിവാദങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ ആം ആദ്മി സർക്കാരിനെ നേരെ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് സ്ഥാനമൊഴിയേണ്ട അവസ്ഥ വരെ വന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് തെളിയിക്കണമെങ്കിൽ ഒരു വലിയ വിജയം വേണം. മറിച്ച് BJPക്കും കോൺഗ്രസിനും ഒക്കെ ഇതൊരു അഭിമാന പോരാട്ടവുമാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം? ഇന്നത്തെ ദിവസത്തെ അടിയൊഴുക്കുകളൊക്കെ എങ്ങനെയാണ്? അതിശ്രീജ, ആം ആദ്മി പാർട്ടിക്ക് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല നിലവിലെ സാഹചര്യം. അന്ന് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ, ഒരു ക്ലീൻ ഇമേജായാണ് കേജ്രിവാളും സംഘവും തെരഞ്ഞെടുപ്പിലേക്ക് പോയതെങ്കിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നേതാക്കൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ, പ്രചാരണത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ആ ഒരു പ്രതിസന്ധി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് എതിരാളികൾ കോൺഗ്രസും BJPയും ഒക്കെ മദ്യനയ അഴിമതിയും ശീഷ്മാൽ വിവാദവും ഒക്കെ തന്നെയാണ് ആയുധമാക്കിയത്. പക്ഷേ അതിനുശേഷം കേജ്രിവാൾ കളം പിടിക്കുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിലൊക്കെ തന്നെ വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി, അതിൽ പലതും നിറവേറ്റി. അങ്ങനെ ജനം ആം ആദ്മി പാർട്ടിക്ക് മുൻ വർഷങ്ങളിലും മുൻ തെരഞ്ഞെടുപ്പുകളൊക്കെ കൈയടിച്ചതാണ്. അപ്പോൾ സമാനമായ രീതിയിലുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ടാണ് കേജ്രിവാൾ ഇത്തവണയും ഏതായാലും പ്രചാരണ യോഗങ്ങളിൽ ജനങ്ങളുടെ കയ്യടി വാങ്ങിയത്. പ്രത്യേകിച്ച് ഇത്തവണയും വലിയ വാഗ്ദാനങ്ങൾ ആം ആദ്മി പാർട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. BJP ഏതായാലും അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ BJP പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവൊക്കെ തന്നെ അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷ BJPക്കുമുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമ്പോൾ മഹാരാഷ്ട്രയിലും ഒപ്പം തന്നെ ഹരിയാനയിലും ജയിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പ്രചാരണം മുറുകിയപ്പോൾ ആം ആദ്മി പാർട്ടി ഒരു അല്പം മേധാവിത്വം നേടുന്നതാണ് പിന്നീട് ഡൽഹിയിൽ കണ്ടത്. ഏതായാലും വലിയ പ്രചാരണം തന്നെ ഇത്തവണ BJP ഇവിടെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 27 വർഷത്തിന് ശേഷം ഭരണം പിടിക്കാൻ പറ്റുന്ന ഏറ്റവും അനുകൂല സാഹചര്യം എന്നതിന്റെ വിലയിരുത്തൽ BJPക്ക് ഉണ്ടായിരുന്നു. മോദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രചാരണം. ഇന്നിപ്പോഴേതായാലും നിശബ്ദ പ്രചാരണമാണ്. ഈ ദിവസം പരമാവധി വീടുകളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ മധ്യവർഗ വോട്ടുകളെ അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ, നികുതി ഇളവ് അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് BJPയുടെ ഭാഗത്ത് നടക്കുന്നത്. കോൺഗ്രസിനും സൂചിപ്പിച്ച പോലെ തന്നെ ജീവൻ മരണ പോരാട്ടമാണ്. കഴിഞ്ഞ 10 വർഷമായി ഒരു MLA പോലുമില്ല. ആദ്യഘട്ടങ്ങളിൽ, പ്രചാരണത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളിൽ മേഖലകളിൽ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് കോൺഗ്രസ് വിള്ളൽ വീഴ്ത്തുമോ, പരമ്പരാഗത വോട്ട് തിരിച്ചു പിടിക്കുമോ എന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ വരുന്നെങ്കിൽ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഏതായാലും ന്യൂനപക്ഷ മേഖലകളിലടക്കം ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് സ്വാധീനമുള്ളത്. അപ്പോൾ വലിയൊരു ചലനം കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഏതായാലും വാശിയേറിയ പ്രചാരണം അവസാനിക്കുമ്പോൾ കേജ്രിവാൾ വലിയ ആത്മവിശ്വാസം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. 55 സീറ്റ് വരെ നേടും എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ, PR രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. നാളെയാണ് ഡൽഹിയിൽ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡൽഹിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൽക്കാജി. മുഖ്യമന്ത്രി അതിഷിയെ നേരിടാൻ മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബയും BJP മുൻ MP രമേശ് ബിദുടിയും കൂടി എത്തിയതോടെ അവിടെ മത്സരത്തിന് വീറും വാശിയും ഏറിയിരിക്കുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയിലേക്ക് ഭരണ തുടർച്ച ഉറപ്പാണെന്ന്, കൽക്കാജിയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും അതിഷി ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പോരും മുറുകുന്നതിന് മുൻപേ വാർത്തകളിൽ ഇടം നേടിയ മണ്ഡലം, അത് മുഖ്യമന്ത്രി അതിഷി മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് മാത്രമല്ല, അതിഷിക്കെതിരെ BJP സ്ഥാനാർത്ഥി രമേശ് ബിദൂടി നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ കൂടിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ കൂടി എത്തിയതോടെ തീപ്പൊരി പോരാട്ടമാണ് കാൽക്കാജിയിൽ. കേജ്രിവാൾ ഒറ്റയ്ക്ക് അധികാരം പിടിച്ച 2015-ലാണ് മണ്ഡലം ആദ്യമായി ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം നിന്നത്. ആം ആദ്മി സർക്കാരിന്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്ന അതിഷിയുടെ നിയമസഭയിലേക്കുള്ള കന്നിയംഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു. 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം അതിഷിയെ തുണച്ചു. അതിഷി പിന്നീട് മന്ത്രിയും മുഖ്യമന്ത്രിയുമായി. അതിഷിക്ക് കൽക്കാജിയിൽ 2ാം അംഗമാണ്. ഇത്തവണ പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് പോരാട്ടം. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ പരിശ്രമം. ഇത്തവണയും കാൽക്കാജി തുണയ്ക്കുമെന്നും ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച നേടുമെന്നും അതിഷി ന്യൂസ് 18നോട്.
ഡൽഹി രാഷ്ട്രീയത്തിൽ ഏറെ നാളായെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്കാലാംബയ്ക്ക് കാൽക്കാജി പുതിയ തട്ടകമാണ്. 2003 മോത്തി നഗറിൽ നിന്ന് മത്സരിച്ച അൽക്ക 2015 MLA ആയത് ചാന്ദിനി ചൌക്കിൽ നിന്ന് ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ. കോൺഗ്രസിൽ മടങ്ങിയെത്തി മഹിളാ കോൺഗ്രസിനെ നയിക്കുന്ന അൽക്കയെ ഇത്തവണ പാർട്ടി നിയോഗിച്ചത് PCC അധ്യക്ഷനായിരുന്ന സുഭാഷ് ചോപ്ര പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം പിടിക്കാൻ. ഡൽഹിയിൽ ആദ്യം ജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി താനാകുമെന്ന ആത്മവിശ്വാസമാണ് അൽക്കാലാംബ പങ്കുവയ്ക്കുന്നത്. Confident about the victory of Congress in Delhi and Alka is going to become Kalkaji's MLA. I'm 100% confident because I'm fighting this election on the basis of the issues which really concern with the people. Like they are not getting clean water, drinking water, which is the basic need of the people of Kalkaji and Delhi. കാൽക്കാജി ഉൾപ്പെട്ട സൗത്ത് ഡൽഹി MP ആയിരുന്നു രമേശ് ബിദൂടി. മണ്ഡലത്തിൽ പരിചിത മുഖം. അതുകൂടി കണക്കുകൂട്ടിയാണ് ബിദൂഡിയെ BJP കൽക്കാജിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. പോരാട്ടം കടുത്തതോടെ അതിഷിക്കായി അരവിന്ദ് കെജ്രിവാൾ തന്നെ അവസാന ദിവസം പ്രചാരണത്തിനിറങ്ങി. KP ദിനേശിനൊപ്പം കൽക്കാജിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്ന്. രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളിൽ പ്രധാനമന്ത്രി പ്രതികരിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വഖഫ്, കുംഭമേള അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ഇന്നും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയ പാർലമെന്റിൽ ഇന്ന് എന്താണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്, പാർലമെന്റിനെ എത്രത്തോളം പ്രക്ഷുബ്ധമാക്കും പ്രതിപക്ഷം ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ച് എന്നതൊക്കെ അടക്കം ഈ ദിവസം ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളെ ചൂടുപിടിപ്പിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും അവയുടെ വിശകലനങ്ങളും ഒക്കെയായി ന്യൂസ് ട്രെൻഡ്സ് ആണ് അടുത്തത്. അപർണ കുറുപ്പ് ചേരും. രാവിലെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം. മുകേഷുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത്. ഒന്ന്, പാർട്ടി പരിപാടികളിൽ മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൊല്ലം ജില്ലാ നേതൃത്വം എന്നതാണ്. പാർട്ടി പരിപാടികൾക്ക് മുകേഷിനെ ക്ഷണിക്കേണ്ടതില്ലെന്നും പോസ്റ്ററിൽ പടം വേണ്ടെന്നുമാണ് ധാരണ. MLA എന്ന നിലയിൽ പൊതുപരിപാടികളിൽ മുകേഷിന് പങ്കെടുക്കാം. കുറ്റപത്രത്തിൽ ഗുരുതരമായ കണ്ടെത്തൽ വന്നതോടെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ വാർത്ത വരുമ്പോൾ തന്നെ അതേസമയം തന്നെ കുറ്റപത്രത്തിൽ സാങ്കേതിക പിഴവുകൾ കൊണ്ട് കോടതി ആ കുറ്റപത്രം മടക്കിയെന്ന വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. പക്ഷേ അതൊരു സാങ്കേതികമായ കാര്യമാണ്. ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണമുള്ള സാഹചര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിലക്ക് പാർട്ടി പരിപാടിയിലേക്ക് ക്ഷണിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് എന്താണ് ഈ വിഷയത്തിലുള്ള നിലപാടെന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഈ കൊല്ലം കമ്മിറ്റി എന്താണ് തീരുമാനിച്ചിട്ടുള്ളത്? മുകേഷ് MLA പാർട്ടി പരിപാടികളിൽ മുഖം കാണിക്കേണ്ട, അല്ലെങ്കിൽ പാർട്ടി പരിപാടികളിൽ പുറത്തു കാണിക്കാൻ പറ്റിയ നേതാവല്ല മുകേഷ് എന്നൊരു നിഗമനമാണ് CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിക്കുള്ളത്. അതിന് കാരണം CPM ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന ഒരു നിലപാടിന് ഘടകവിരുദ്ധമാണ് മുകേഷിനെതിരെയുള്ള ആരോപണം. ഒരു MLA ആയതുകൊണ്ട് തന്നെ സ്ഥാനം രാജിവെക്കേണ്ടെന്ന് നേരത്തെ CPM തീരുമാനിച്ചത്. കാരണം ഒരു MLAക്ക് ഒരു വിഷയത്തിൽ ആരോപണം ഉയർന്നാൽ അത് കുറ്റാരോപിതനായാൽ പിന്നീട് രാജിവെച്ചാൽ തെളിയിച്ച ശേഷം വീണ്ടും കുറ്റം ചെയ്തിട്ടും തെളിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരാൻ അവസരമില്ല. മന്ത്രിമാരൊക്കെ ആണെങ്കിൽ, എക്സിക്യൂട്ടീവ് അധികാരമുള്ളവർക്കാണെങ്കിൽ വീണ്ടും തിരിച്ചു വരാൻ അവസരമുണ്ടാകും. അതുകൊണ്ടാണ് MLA രാജിവെക്കേണ്ട നിലപാട് CPM എടുത്തത്. പക്ഷെ അപ്പോഴും മുകേഷിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് CPM വിലയിരുത്തിയിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ വരാൻ CPM ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് മുകേഷ് രാജിവെക്കേണ്ട നിലപാടിലേക്ക് CPMന്റെ സംസ്ഥാന നേതൃത്വം എത്തിയത്. പക്ഷേ കൊല്ലത്ത് ജില്ലാ നേതൃത്വം അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത്. മുകേഷിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ട്, അല്ലെങ്കിൽ മുകേഷ് MLA CPMന്റെ മുഖമായി ആ മണ്ഡലത്തിൽ നിന്ന് മാറിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും അത് കൊല്ലത്ത് CPMന്റെ സാധ്യതകളെ ബാധിക്കും. സംസ്ഥാന വ്യാപകമായ എത്ര ഒരു വിഷയമുണ്ടെങ്കിൽ പോലും കൊല്ലമാകും അത് ഏറ്റവും അധികം CPMനെ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അവിടെ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചത് ഒരു മഹിളാ കോൺഗ്രസിന്റെ പ്രധാന നേതാവായ ബിന്ദു കൃഷ്ണയാണ്. അവർ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുകേഷിനെ മുന്നിൽ നിർത്തിയാൽ, അല്ലെങ്കിൽ മുകേഷ് MLA ആയി തുടരുന്ന ഒപ്പം തന്നെ പാർട്ടി വേദികളിലും നിറഞ്ഞു നിന്നാൽ അത് CPMന്റെ കൊല്ലം മണ്ഡലത്തെ സാധ്യതകളെ ബാധിക്കും. അതുകൊണ്ടാണ് മുകേഷ് MLA നിലയിൽ പരിപാടി